നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ പി ഗോപാൽ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത്. സിംഗപ്പൂരിലേക്ക് ബാംഗ്ലൂർ വഴി കടന്നിരിക്കുന്നു രാഹുൽ എന്ന പ്രതി എന്നതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ദീപക് ധർമ്മടം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക്, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിവരമാണ്. അല്പം മുൻപാണ് വിനീത വിജിയോട് സംസാരിക്കുമ്പോൾ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞത് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇത്രയധികം മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നിട്ടും രാഹുലിന് എങ്ങനെ ഒളിച്ചു കഴിയാൻ പറ്റുന്നു, അത് പോലീസിന്റെ ഒത്താശയോടുകൂടി അല്ലാതെ അത് പറ്റില്ല എന്നാണ്. പക്ഷെ നമുക്ക് കിട്ടുന്നത് സിംഗപ്പൂരിലേക്ക് കടന്നു എന്നാണല്ലോ. ദീപക്, എന്താണ് വിശദാംശങ്ങൾ? ഗോപി, ഒരു കാര്യം വളരെ കൃത്യം വ്യക്തം. പന്തീരങ്കാവ് പോലീസ്, പ്രത്യേകിച്ച് അവിടെയുള്ള IPAS സരിൻ, ഈ കേസ് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥർ പ്രതിക്ക് ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ള സംശയങ്ങൾ ഇന്നലെ മുതൽ തന്നെ പ്രകടമായിരുന്നു. ഈ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം, ഈ പ്രതി രാഹുൽ പി ഗോപാൽ സിംഗപ്പൂരിലേക്ക് എത്തിയിരിക്കുന്നു. ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നുമാണ് സിംഗപ്പൂരിലേക്ക് പോയത്. ഈ കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പോലീസ് ഉന്നത തലത്തിലേക്ക് ഈ കാര്യങ്ങൾ വിവരങ്ങൾ നൽകിക്കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ഒരു ഗാർഹിക പീഡന കേസ് ഏതാണ്ട് വധോദ്യമത്തിന് തുല്യമായ വിധത്തിലുള്ള കുറ്റകൃത്യം ചെയ്തതായി മൊഴിയിലുണ്ട്, തെളിവുകളുണ്ട്, പരിക്കുകളുണ്ട്. പക്ഷേ എന്നാൽ കേസിൽ പന്തീരങ്കാവ് പോലീസ് ലാഘവ ബുദ്ധി കാണിച്ചു എന്നുള്ളത് തുടക്കം മുതൽ വ്യക്തം. നമ്മുടെ പ്രതിനിധികൾ അഭിജിത്ത് മുഴക്കുന്ന് ഉൾപ്പെടെയുള്ളവർ, വിനീത വിജി ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തതും ഈ കുടുംബം കൃത്യമായി ആരോപിച്ചതും അതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നു, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിരീകരിക്കുന്നു, ഈ പ്രതി രാഹുൽ പി ഗോപാൽ സിംഗപ്പൂരിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇന്നലെ രാത്രി തന്നെ ചില സൂചനകൾ ലഭിച്ചിരുന്നു. പ്രതിക്ക് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയാണ് ഈ കേസിലെ മെല്ലപ്പോക്ക് പന്തീരങ്കാവിലെ അന്വേഷണ സംഘം നടത്തുന്നത് എന്നുള്ളത്. സമാനമായ പരാതിയായിരുന്നു മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നത്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശക്തമായി ഇടപെടുന്നു. ADGP MR അജിത് കുമാർ ഇടപെടുന്നു. അങ്ങനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ കേസ് റിവ്യൂ ചെയ്യുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. ACPA സാജു ജോർജിനെ കേസിന്റെ അന്വേഷണ ചുമതല മാറ്റി നൽകുന്നു. IPA അന്വേഷണത്തിൽ നിന്നും പൂർണ്ണമായി സരിനെ മാറ്റുകയും ചെയ്തു. ഈ കേസിലാണ് ഇപ്പോൾ പ്രതി ഈ രാഹുൽ വിദേശത്താണ്, ബാംഗ്ലൂർ വഴി സിംഗപ്പൂരിലെത്തി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് ഇപ്പോൾ 24-ന് ലഭിക്കുന്നത്. ഗോപി, ദീപക്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഹുലിന് സിംഗപ്പൂരിലേക്ക് ഒളിച്ചു കടക്കാൻ വേണ്ടി പോലീസ് ഒത്താശ ചെയ്തു കൊടുത്തു. ഈ കേസിൽ നേരത്തെ ദീപക് സൂചിപ്പിച്ചതുപോലെ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവമായിരുന്നു എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ അമ്മ ഇപ്പോൾ വിനീത വിജിയോട് പ്രകടിപ്പിച്ച സംശയം ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയാണോ? അങ്ങനെ തന്നെ വേണം ഗോപി കരുതാൻ. കാരണം ഇതിൽ കേരള പോലീസിന്റെ താല്പര്യത്തിന്, അല്ലെങ്കിൽ നിലവിൽ പറയുന്ന നിയമ വ്യവസ്ഥകൾക്ക് അപ്പുറത്തേക്ക് ഇരയ്ക്കൊപ്പം നിൽക്കാതെ പ്രതിക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് പന്തീരങ്കാവ് പോലീസിലെ ചില ഉദ്യോഗസ്ഥർ കാണിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ഇത്തരം ഒരു കേസിലുള്ള ഒരാളുടെ പാസ്പോർട്ട് മൂവ്മെന്റ്, അയാളുടെ മാത്രമല്ല, ഇന്നലെ രാത്രി ഞാൻ ഈ കേസിലെ പഴയ അന്വേഷണ ഉദ്യോഗസ്ഥൻ IPAS സരിനുമായി സംസാരിച്ച സമയത്ത് ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കുന്നു, അറസ്റ്റ് ചെയ്യുന്ന കാര്യം ആലോചിക്കും. ഈ കാര്യം നേരത്തെ നമ്മുടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്ന് ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴും അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം എന്നുള്ള നിലപാടായിരുന്നു എടുത്തത്. എന്നാൽ ഈ കേസിൽ പിന്നീടാണ് വിവരം ലഭിക്കുന്നത്, ആഭ്യന്തര വകുപ്പിന്, മുഖ്യമന്ത്രിക്ക് എറണാകുളത്തെ ഈ ഇരയുടെ കുടുംബം ഒരു പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളത്. ആ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പെട്ടെന്ന് ഇടപെടുന്നു. ADGP MR അജിത് കുമാറിനെ ചുമതലയേൽപ്പിക്കുന്നു. അജിത് കുമാർ സിറ്റി പോലീസ് കമ്മീഷണറുമായി ഈ കാര്യം അടിയന്തരമായ ടെലിഫോണിക് മീറ്റിംഗ് നടത്തിക്കൊണ്ട് റിവ്യൂ ചെയ്യുന്നു. പന്തീരങ്കാവ് സ്റ്റേഷനിലേക്ക് കമ്മീഷണർ രാത്രി തന്നെ പോയി കേസ് ഫയലുകൾ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരിക്കുകളുടെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, പ്രതിയെ സഹായിക്കുമാറാണ് ഈ കേസിലെ പന്തീരങ്കാവ് പോലീസിലെ ചിലർ പ്രതിക്ക് സഹായകരമായ തരത്തിൽ നിലപാടെടുത്തത് കൊണ്ടാണ് പ്രതിക്ക് ഇപ്പോൾ ഒളിവിൽ കഴിയാൻ അല്ലെങ്കിൽ സിംഗപ്പൂരിലേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നത്.